മനുഷ്യർ അതൊരു സമൂഹജീവിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവരായിട്ട് അടുത്ത് ഇടപഴകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരാറുണ്ട്. പല കാര്യത്തിനും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചേ മതിയാവൂ. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് എപ്പോഴും സാധിച്ചെന്ന് വരില്ല. നമ്മൾ അടുത്ത് ഇടപഴകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവര് എങ്ങനെയായിരിക്കും, അവരുടെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരോട് യാതൊരു സങ്കോചവുമില്ലാതെ അവരുടെ മുന്നിൽ ചെല്ലാനും നമുക്ക് സാധിക്കും. ആള് അടുത്തെന്ന് അറിയണം, പൊന്ന് ഒരച്ചു നോക്കണം എന്നല്ലേ പ്രമാണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുട്ടത്തുമുള്ള ആൾക്കാർ എങ്ങനെയാണ് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഒരു ആവശ്യത്തിന് ധൈര്യമായിട്ട് ചെല്ലാൻ സാധിക്കും. അതിന് നമ്മൾ അടുത്തിടപഴകുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നൊരു ചെറിയ ധാരണ നമ്മുടെ മനസ്സിലുണ്ടായാൽ നല്ലതായിരിക്കും. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ആൾക്കാരോട് ഡിസ്റ്റൻസ്, ഒരു അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടതായിട്ടുള്ള അവസരം വരാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ നുണ പറയുന്നവരെ നമ്മൾ അകറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവരോട് നമ്മൾ എപ്പോഴും ഒരു അകലം പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നാളെ പല ദോഷവശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ അത് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാനവും വിലയും തരാത്ത ആരുമായിട്ടുള്ള ഒരു സംസർഗം നമുക്ക് ഒരിക്കലും നല്ലതല്ല. കാരണം അവരായിട്ടുള്ള ബന്ധം നമ്മുടെ വില കുറച്ച് കാണിക്കാനും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഇടിച്ചു കാണിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിലെല്ലാം പ്രധാനമായിട്ട് നമ്മളെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കാര്യത്തിന് വേണ്ടി നമ്മളെ യൂസ് ചെയ്യുകയാണ് എന്ന് നമ്മൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കരിയാപ്പില പോലെ നമ്മളെ വലിച്ചു പുറത്താക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നാം ഒന്ന് വിലയിരുത്തി നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അവരോട് അടുത്ത് ഇടപഴകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.